തിരുവനന്തപുരം പാലോടിൽ ആനയുടെ ആക്രമണത്തിൽ പ്രദേശവാസിക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ടാപ്പിംഗ് തൊഴിലാളിയായ ജിതേന്ദ്രൻ ജോലിക്ക് പോകുന്ന വഴിയാണ് പാലോട് മെയിൻ റോഡിൽ വെച്ച് ആനയുടെ ആക്രമണമുണ്ടായത്. നട്ടെല്ലിന് പരിക്കേറ്റ ജിതേന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി പ്രദീപ് പാർശാല ചേരുന്നു. പ്രദീപ്, ജോലിക്ക് പോകുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, തിരുവനന്തപുരം പാലോടാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് യുവാവിന് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തിരുവനന്തപുരം പാലോട് ഇടിങ്ങേർ സ്വദേശിയായിട്ടുള്ള 48 വയസ്സുള്ള ജിതേന്ദ്രനാണ് പരിക്കേറ്റത്. ഇത് രാവിലെ 6:45 സംഭവം നടക്കുന്നത്. വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടയിലാണ് മുല്ലച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് കാട്ടാന ആദ്യം സ്കൂട്ടറിനെ ഇടിക്കുകയും മറിച്ചിടുകയായിരുന്നു. സ്കൂട്ടറിലുണ്ടായിരുന്ന ജിതേന്ദ്രനെ കാട്ടാന ചവിട്ടുകയായിരുന്നു. ആക്രമണത്തിൽ ജിതേന്ദ്രന്റെ വാരിയലിനെ നല്ല രീതിയിൽ പൊട്ടലുണ്ട്. ആക്രമണം നടന്ന ഉടൻ തന്നെ ജിതേന്ദ്രനെ പാലോട് ആശുപത്രിയിൽ എത്തിക്കുകയും ഇവിടെ വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. ഈ മേഖല ഇത്തരത്തിൽ ഒറ്റയാൻ ഉണ്ടെന്നുള്ള നേരത്തെ തന്നെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. എന്നാലും വളരെ ഭീതിയിലാണ് ഇപ്പോൾ ആ സമീപവാസികൾ ഉള്ളത്. ദീപ്തി. ശരി പ്രദീപ്, തിരുവനന്തപുരത്താണ് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റിരിക്കുന്നത്. പാലോടാണ് ആനയുടെ ആക്രമണത്തിൽ പ്രദേശവാസിക്ക് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ടാപ്പിംഗ് തൊഴിലാളിയായ ജിതേന്ദ്രൻ ജോലിക്ക് പോകുന്ന വഴിയിലാണ് പാലോട് മെയിൻ റോഡിൽ വെച്ച് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നട്ടെല്ലിന് പരിക്കേറ്റ ജിതേന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രദീപ് പാർശാലയാണ് വിവരങ്ങൾ നൽകിയത്.